ഹായ് ഓൾ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുക നമ്മുടെ ചെറിയൊരു മോഡൽ എക്സാം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ LDCക്ക് വേണ്ടി നടത്തുന്ന മോഡൽ എക്സാമിൻ്റെ പുതിയൊരു മോഡൽ എക്സാമാണ്. ഇന്ന് നമ്മൾ 40 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, 40 GK ചോദ്യങ്ങളാണ്. PSC 2023-24 കാലഘട്ടത്തിൽ ഇപ്പോഴും നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചധികം GK ചോദ്യങ്ങളാണ്. ഓക്കെ, അത്യാവശ്യം ബേസിക് ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വളരെ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പം അതനുസരിച്ച് തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ ശ്രമിക്കുക. 40 ചോദ്യങ്ങളുണ്ട്, ചെറിയൊരു കട്ട് ഓഫും വെച്ചിട്ടുണ്ട്. 30 മാർക്കാണ്. ഓക്കെ, 30 മാർക്കാണ് കട്ട് ഓഫ്. അപ്പം എല്ലാവരും എക്സാമൊക്കെ ഉള്ളവർ എല്ലാവരും തന്നെ മുഴുവൻ ക്വസ്റ്റ്യനും നോക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് വെച്ച് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് എങ്ങനെയാണ് എക്സാം എഴുതുന്നത് ആ ഒരു മനോഭാവത്തോടെ തന്നെ ഇത് എഴുതാനും ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, കുഴപ്പിക്കുന്ന ചെറിയ ചോദ്യം കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കുക. നമ്മുടെ LDC എക്സാം കണ്ടല്ലോ, ഒരു 30 മാർക്കിന്. ഓക്കെ, 30ഓളം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നു. ബാക്കിയുള്ള മാർക്കിനൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, നോർമലായി PSC കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. അപ്പം ആ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്കും കുറച്ച് സിമ്പിളായിട്ടുള്ള GK ചോദ്യങ്ങൾ മാറിപ്പോവാതിരുന്ന് എല്ലാവരും സ്കോർ ചെയ്യണ മാർക്കാണ്. അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ആ മാർക്കിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്യാറായിരിക്കണം. അതൊക്കെ കിട്ടണമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗം എന്ന് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 3-ാം ഭാഗത്തെ വിശേഷിപ്പിച്ചതാരെന്നാണ്? ഏറ്റവും കൂടുതൽ വിമർശിപ്പിക്കപ്പെട്ട ഭാഗം എന്ന് 3-ാം ഭാഗത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആമുഖത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തിനെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇതെങ്ങനെ ഓർക്കാം? നമ്മുടെ മുൻഷിമാരൊക്കെ ഉണ്ടല്ലോ, മുൻഷിമാരൊക്കെയാണ് നമ്മുടെ ജാതകങ്ങൾ നോക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ID കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച ആരാണ്? അത് NA പൽക്കിവാലയാണ്. ഓക്കെ, NA പൽക്കിവാല. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്, ID കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് പൽക്കിവാലയാണ്. അതും ആമുഖത്തിനെയാണ് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവെന്ന് ആത്മുഖത്തിനെ വിശേഷിപ്പിച്ച ആരാണ്? ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. ഓക്കെ, ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയും. പക്ഷേ ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് നെഹ്റുവാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള, ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇനി ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് താക്കൂർദാസ് ഭാർഗവാണ്. ഓക്കെ, ഇതിൽ ഈ താക്കൂർദാസ് ഭാർഗവ് മാത്രമാണ് നിങ്ങൾ ഒട്ടുമിക്കവരും കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ബാക്കി രണ്ടും പറഞ്ഞത്. ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തിനെയാണ്. ആമുഖത്തിന് ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള, ഭരണഘടനയുടെ ആമുഖത്തിന് ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു, ഭരണഘടനയുടെ ആമുഖത്തിന് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാണ് താക്കൂർദാസ് ഭാർഗവർ. ഓക്കെ, താക്കൂർദാസ് ഭാർഗവർ. അതുപോലെ നമ്മുടെ ആമുഖം അനുസരിച്ച് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് ഈ ഓർഡർ ഓർക്കണം. ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി PSC കേൾക്കാറുണ്ട്. പസമ്മജറ എന്ന് ഓർത്തായി. പസമ്മജറ, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ, പസമ്മജറയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും വെച്ച് ഓർത്ത് വെച്ചാൽ മതി. ഈ ഓർഡർ ഓർക്കണം. ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യമാണ്. മൗലിക കടമകളെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ആയത് ഏതൊക്കെയാണ്? ഭാഗം 4 ഉൾപ്പെട്ടിരിക്കുന്നു. സപ്പുറു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഏതാണ് ശരിയായത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2 ഓപ്ഷൻ C ആണ്. ഓക്കെ, 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി മൗലിക കടമകൾ. ഓക്കെ, അതുപോലെ തന്നെ 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. വർഷം എന്നാണ്? 2002 ആണ്. ഓക്കെ, 2002 ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഭാഗം 4A. ഓക്കെ, ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത് 4A.
അതേപോലെ സപ്രോ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് നിർദ്ദേശിച്ചത്. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ ഭാഗമാക്കാൻ നിർദ്ദേശക കമ്മിറ്റിയാണ് സപ്രോ കമ്മിറ്റി. അപ്പോൾ നമ്മുടെ മൗലിക കടമകളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശക കമ്മിറ്റി ഏതാണ്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, മൗലിക കടമകളാണെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സപ്രോ കമ്മിറ്റി മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഭാഗം 4A ആർട്ടിക്കിൾ ഏതാണ്? വകുപ്പ് ഏതാണ്? 51A. ഓക്കെ, മൗലിക കടമകളെക്കുറിച്ച് 51A പറയുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടന ഏത് ആർട്ടിക്കിളിലാണ് മൈനോരിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ഏതാണ് മൈനോരിറ്റി എന്ന വാക്ക്? കുറേ തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ആർട്ടിക്കിൾ 29. 4, താഴെ തന്നിരിക്കുന്ന ഭരണഘടന കൊണ്ട ആശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏതെന്നാണ്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ്, CAG, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഏതാണ് തെറ്റായത്? 4B ആണ്. ഓക്കെ, 4B ആണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡയുടെ കയ്യിൽ നിന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയുടെ നിന്നാണ്. CAG എവിടെ നിന്നാണ്? CAG നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, ബ്രിട്ടനിൽ നിന്നാണ് CAG. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പദവി, ക്യാബിനറ്റ് സമ്പ്രദായം, പാർലമെൻ്ററി കമ്മിറ്റികൾ, സ്പീക്കറുടെ പദവി, ഇതെല്ലാം എവിടെ നിന്നാണ്? നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സഭ, അതായത് രാജ്യസഭയും ലോകസഭയും ഈ മണ്ഡലം. ഓക്കെ, ദ്വിമണ്ഡല സഭ ഇതും ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സഭ, CAG ബ്രിട്ടനിൽ നിന്നാണ്. പ്രധാനമന്ത്രിയുടെ പദവി, ക്യാബിനറ്റ് സമ്പ്രദായം, പാർലമെൻ്ററി കമ്മിറ്റികൾ, സ്പീക്കർ പദവി. ഓക്കെ, സ്പീക്കർ പദവി. പിന്നെ നിയമവാഴ്ച, നിയമസമത്വം. ഓക്കെ, നിയമസമത്വം, ഏക പൗരത്വം, ഇതെല്ലാം ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമാണ്, എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഏതാണ് ഉൾപ്പെടാത്തത്? 5C ആണ്. ഓക്കെ, ബ്രസീലാണ്. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ഇവയെല്ലാം ലിഖിത ഭരണഘടനകൾ. ഓക്കെ, എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഇതൊക്കെയാണ്: ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഓക്കെ, ദക്ഷിണാഫ്രിക്ക ഇവയ്ക്കാണ് എഴുതപ്പെട്ട ഭരണഘടന ഉള്ളത്. എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ളതാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, പിന്നെ നമ്മുടെ ഇസ്രായേൽ, ന്യൂസിലൻഡ്. ഇവയ്ക്കൊന്നും എഴുതപ്പെടാത്ത ഭരണഘടനയാണുള്ളത്. ആറാമത്തെ ചോദ്യമാണ്, ബജറ്റ് രേഖകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി കേരള ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? കേരള ധനകാര്യ വകുപ്പിൻ്റെ ആപ്ലിക്കേഷൻ ബജറ്റ് രേഖകൾ എത്താൻ ഓപ്ഷൻ A ആണ്, കേരള ബജറ്റാണ്. ഏഴാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസം ഏതാണ്? ഇന്ത്യൻ നാവികസേന, കരസേന, വ്യോമസേന. 7 ഓപ്ഷൻ D ആണ്, ആംപാക്സ് 2023. എട്ടാമത്തെ ചോദ്യമാണ്, എട്ടാമത് ഇന്ത്യൻ നാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി ഏതാണ്? ഓപ്ഷൻ C ആണ്. ഓക്കെ, ഭോപ്പാലിൽ വെച്ചായിരുന്നു. 9ാമത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ IISF ഇവിടെ വെച്ചാണ് നടന്നത്? ഹരിയാനയിലാണ്. ഓക്കെ, ഹരിയാനയിൽ വെച്ചാണ് 9ാമത്. 8ാമത് ഭോപ്പാലും 9ാമത് ഹരിയാനയിലുമാണ്. 9ാമത്തെ ചോദ്യമാണ്, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്? കേരള ഒളിമ്പിക് അസോസിയേഷൻ ആരാണ്? കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് 9A ആണ്. ഓക്കെ, വി സുനിൽകുമാറാണ്. 10ാമത്തെ ചോദ്യമാണ്, ഏത് രാജ്യത്തെ സ്വകാര്യ അർദ്ധ സൈനിക സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ്? ഏതാണ്? അറിയിക്കുക. റഷ്യ. ഓക്കെ, റഷ്യയാണ്. ഇതിൻ്റെ തലവൻ ആരാണ്? പ്രിഗോഷിൻ. ഓക്കെ, ആള് വടിയായിട്ടുണ്ട്. ഓക്കെ, പ്രിഗോഷിൻ നമ്മുടെ പുട്ടിനാണ് കൊന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വിമാന അപകടത്തിലാണ് മരിച്ചത്. ഓക്കെ, നമ്മുടെ റഷ്യയിൽ പുട്ടിനെ എടുത്ത് തലതിരിച്ച്, അതായത് അവിടെ സൈനിക അട്ടിമറി നടത്താൻ വേണ്ടി ശ്രമിച്ചു. പ്രിഗോഷിയറും അവരുടെ വാഗ്നർ ഗ്രൂപ്പും. ഓക്കെ, അപ്പം അതിനെതിരെ ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രിഗോഷിയർ മരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വിമാന അപകടത്തിൽ മരിച്ചു. അപ്പം അതിൻ്റെ റീസൺ എന്തെന്ന് അവർ പറയുന്നത് വിമാന അപകടമാണ്. പക്ഷേ അതിൻ്റെ സത്യം അവരോടെ മണ്ണിൽ അനിനി ചേരുമായിരിക്കും. ഓക്കെ, പ്രിഗോഷിൻ. ഓക്കെ, പ്രിഗോഷിൻ ഒന്ന് പേരൊന്ന് ഓർത്ത് വയ്ക്കണം. വാഗ്നർ ഗ്രൂപ്പ് തലവനായിരുന്നു. റഷ്യയാണ്. ഓക്കെ, നിലവിലെ ആൾ മരിച്ചിട്ടുണ്ട്.
11-ാമത്തെ ചോദ്യമാണ് 2022 ഡിസംബറിൽ സ്ഥാനമേറ്റ ഇന്ത്യൻ വംശജനായ അയർലൻഡ് പ്രധാനമന്ത്രി. അതാണ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 12-ാമത്തെ ചോദ്യമാണ് കാഴ്ച പരിമിതരുടെ 3ാമത് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം ആരാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇന്ത്യയാണ്. ഓക്കെ, കാഴ്ച പരിമിതരുടെ 3ാമത് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യയാണ്. 13-ാമത്തെ ചോദ്യമാണ് പാസ്പോർട്ടുള്ള പൗരന്മാരുടെ എണ്ണത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്, വേറെ എന്തോന്ന്. 14-ാമത്തെ ചോദ്യമാണ് ചലച്ചിത്ര സംവിധായകൻ സച്ചിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ കവിതാ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആർക്കാണ് സച്ചിയുടെ പേരിൽ പ്രഥമ കവിതാ പുരസ്കാരം? ഓപ്ഷൻ സി ആണ്. ഓക്കെ, സുധീഷ് കോട്ടംപുറം. 15 2022 ഡിസംബറിൽ UN ജൈവ വൈവിധ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് നഗരമാണ്? ഓപ്ഷൻ എ ആണ്, മോൺട്രിയലാണ്. ഓക്കെ, മോൺട്രിയോൾ. 16-ാമത്തെ ചോദ്യമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ ദേശീയോദ്യാനം ഏതെന്നാണ്? നീലഗിരി ഏതാണ്? നമ്മുടെ സൈലൻറ്റ് വാലി തന്നെയാണ്. ഓക്കെ, സൈലൻറ്റ് വാലി തന്നെയാണ്. ഡീറ്റെയിൽസ് ഒന്നും വേണ്ടല്ലോ, അറിയാമല്ലോ. 17 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഓപ്ഷൻ ഡി ആണ്, മത്സ്യപൂരിയ. 18-ാമത്തെ ചോദ്യമാണ് കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത് എവിടെയെന്നാണ്? എവിടെയാണ് കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായത്? 18 ഓപ്ഷൻ ബി ആണ്, കറണ്ട് അഫയേഴ്സ് നമ്മുടെ PSC കേട്ടതാണ്, എറണാകുളം ജില്ലയിലാണ്. ഓക്കെ, എറണാകുളത്താണ്. 2023 സന്തോഷ് ട്രോഫി കിരീടം ആർക്കാണ് ലഭിച്ചത്? കർണാടകയ്ക്കാണ്. ഓക്കെ, കർണാടകയ്ക്കാണ്. 2023 സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. അതുപോലെ തന്നെ ഇതേ സന്തോഷ് ട്രോഫിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? 2023 ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തിന് പുറത്ത് സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നേട്ടാൻ സന്തോഷ് ട്രോഫിയാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് രാജ്യത്തിന് പുറത്ത് ഒരു ഇന്ത്യയിലെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത്, അതും സന്തോഷ് ട്രോഫിയാണ്. കേരളത്തിന് എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം കിട്ടിയിട്ടുണ്ട്? കേരളത്തിന് 6 തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ, 6 തവണ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയത് 1973 ഓക്കെ, 1973 ആ സമയത്തുള്ള ക്യാപ്റ്റൻ എന്ന് ഓർക്കണ്ട, ചിലപ്പോൾ ഓർത്ത് വെച്ചാൽ TKS മണി. ഓക്കെ, കേരളം ആദ്യത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷത്തിലെ ക്യാപ്റ്റൻ TKS മണിയാണ്. ഓക്കെ, TKS മണിയാണ്. 19-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം? ഓപ്ഷൻ ബി ആണ്, കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, കൊല്ലത്താണ്. 20-ാമത്തെ ചോദ്യമാണ് സെബിയുടെ ആസ്ഥാനം എവിടെ? സെബി മുംബൈയിലാണ്. ഓക്കെ, ഓപ്ഷൻ എ മുംബൈയാണ്. 21-ാമത്തെ ചോദ്യം സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. 23-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതൊക്കെയെന്നാണ്? തെറ്റായ ജോഡി ഏതൊക്കെയെന്നാണ്? കയ്യൂർ സമരം, വൈക്കം സത്യാഗ്രഹം, വാഗമൺ ട്രാജഡി, തോൽവിറക് സമരം. വർഷവും ഡേറ്റും. ഓക്കെ, ഡേറ്റ് അടക്കമാണ് കേട്ടിട്ടുള്ളത്. ഏതാണ് തെറ്റായ ജോഡി? 23 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 3 മാത്രമാണ് തെറ്റായ ജോഡി. ഓക്കെ, കയ്യൂർ സമരം നടന്ന എന്നാണ്? 1941. നമുക്കറിയാം, ഒന്ന് നമ്മുടെ കൈ പോലെയല്ലേ ഇരിക്കണേ, നമ്മുടെ കൈ ഇങ്ങനെ നീളത്തിനല്ലേ ഇരിക്കണം, അപ്പം അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. 1941 വർഷം ഓർക്കാനാണ്. മാർച്ച് 28. ഓക്കെ, 1941 മാർച്ച് 28. വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30. വാഗമൺ ട്രാജഡി എന്നാണ്? വാഗമൺ ട്രാജഡി 1920 നവംബർ 10. 1920 എന്നാണ് തന്നിരിക്കുന്നത്, 1921. ഓക്കെ, 1921 നവംബർ 10. ഓക്കെ, നവംബർ 10. 1921 നവംബർ 10. അതുപോലെ തന്നെ തോൽവിറക് സമരം 1946 നവംബർ 15. ഓക്കെ, 1946 നവംബർ 15. 24-ാമത്തെ ചോദ്യം യുക്തിവാദം ഒരു മതമല്ല, യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവ് സ്വീകരിക്കാനുള്ള മനോഭാവമാണ്. ആരുടെ വാക്കുകളാണ്? 24 ഓപ്ഷൻ സി ആണ്. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ്. സഹോദരൻ അയ്യപ്പൻ്റെ വാക്കാണ്. അതുപോലെ തന്നെ ദൈവം സർവ്വവേദിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല. ആരുടെ വാക്കുകളാണ്? ദൈവം സർവ്വവേദിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല. ആരുടെ വാക്കുകളാണ്?
സ്വാമി ആനന്ദതീർത്ഥൻ്റെയാണ്. ഓക്കെ, ആനന്ദതീർത്ഥൻ്റെ വാക്കുകളാണ്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് ആനന്ദതീർത്ഥനാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക, ആരുടെ വാക്കാണ്? നിങ്ങളുള്ളപ്പോഴും അധർമ്മം ഉള്ളപ്പോഴും അന്തം പൊരുതുക, അത് വാഗ്ഭടാനന്ദൻ്റെ വാക്കാണ്. ഓക്കെ, വാഗ്ഭടാനന്ദ വാക്കാണ്. നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. 25ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തതിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ചട്ടമ്പിസ്വാമികളുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 25 അദ്വൈത ചിന്താപദ്ധതി ഉൾപ്പെട്ടതാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം ഉൾപ്പെട്ടതാണ്. നിജാനന്ദ വിലാസ് ഉൾപ്പെട്ടാണ്. ഓപ്ഷൻ സി ആണ് ഓക്കെ ഉൾപ്പെടാത്തത്. 25 ഓപ്ഷൻ സി ആണ്. 2024 നമ്മുടെ ചട്ടമ്പിസ്വാമി മരിച്ചിട്ട് എത്ര വർഷമായി? 100 വർഷം തികഞ്ഞു കേട്ടോ. 2024 ചിലപ്പം കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. 1853 ടു 1924 വരെയാണ്. ഓക്കെ, 1924 മരിക്കുന്നത്. അപ്പം 2024 ആയപ്പം 100 വർഷം ആവുന്നുണ്ട്. ഓക്കെ, അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ചട്ടമ്പിസ്വാമിയുടെ ആദ്യത്തെ കൃതി സർവ്വമത സാമരസ്യമാണ്. ഓക്കെ, സർവ്വമത സാമരസ്യമാണ് ആദ്യത്തെ കൃതി. അതുപോലെ മറ്റ് കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, അദ്വൈത ചിന്താപദ്ധതി, ജീവകാരുണ്യ നിരൂപണം, അപൂർവ ചികിത്സാവിധി. നമ്മൾ ഈ അപൂർവ ചികിത്സാവിധി അധികം കേട്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപൂർവ ചികിത്സാവിധി, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, ആദിഭാഷ, പ്രാചീന മലയാളം ആദിഭാഷയ്ക്ക് ബേസിക് കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. വേദാധികാര നിരൂപണം ഇതെല്ലാം ചട്ടമ്പിസ്വാമിയുടെയാണ്. 26ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏതെന്നാണ്? ശരിയായിട്ടുള്ളത് പഴശ്ശി സ്മാരകം, പഴശ്ശി മ്യൂസിയം, പഴശ്ശി ഗുഹ, പഴശ്ശി ഡാം. ഏതാണ്? ഇവയിൽ ശരിയായത്? പഴശ്ശി സ്മാരകം എവിടെയാണ്? അത് മാനന്തവാടിയിലാണ്. ഓക്കെ, പഴശ്ശി സ്മാരകം മാനന്തവാടി. അതുപോലെ തന്നെ പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. ഓക്കെ, പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഗുഹ എവിടെയാണ്? അത് മലപ്പുറം തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 26 ഓപ്ഷൻ സി ആണ്. അപ്പോൾ പഴശ്ശി ഡാം എവിടെയാണ്? അത് കണ്ണൂരാണ്. ഓക്കെ, കണ്ണൂരിലാണ്. പഴശ്ശി ഡാം കണ്ണൂരിലാണ്. 27ാമത്തെ ചോദ്യമാണ്, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരെന്നാണ്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരെന്നാണ്? ആരാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 27 ഓപ്ഷൻ എ ആണ്, നെഹ്റു ആണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നമ്മുടെ KPCC എന്നാണ് രൂപീകരിച്ചത്? കേരള പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റി, KPCC 1921 1921 ജനുവരി 30 ഓക്കെ, ആദ്യ സമ്മേളനം നടത്തുന്നതാണ്. അതും 1921 അധ്യക്ഷനാരാണ്? PC കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശനായിരുന്നു. ഓക്കെ, ടി പ്രകാശമായിരുന്നു. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്തതും ആദ്യത്തെ സമ്മേളനത്തിലാണ്. ഓക്കെ, 1921 ടി പ്രകാശം അധ്യക്ഷനായിരുന്ന ഒറ്റപ്പാലം സമ്മേളനത്തിന് വെച്ചായിരുന്നു അഖില കേരളം എന്നൊരാശയം ആദ്യമായി അഭിസംബോധന ചെയ്തത്. അതുപോലെ തന്നെ ഇതാണ് എന്താണ് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? PSC കേട്ടിട്ടുള്ളതാണ്. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി K മാധവൻ നായരാണ്. ഓക്കെ, K മാധവൻ നായരാണ്. ഓക്കെ, K മാധവൻ നായരാണ്. ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച പത്രം ഏതെന്ന് PSC കേട്ട് കഴിഞ്ഞാൽ ഏതാണ്? മാതൃഭൂമിയാണ്. ഓക്കെ, മാതൃഭൂമിയാണ് ഐക്യ കേരളം പ്രസ്ഥാനം എന്ന പത്രം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. മാതൃഭൂമി തുടങ്ങിയത് ആരാണ്? 1923 ആരാണ് മാതൃഭൂമി തുടങ്ങുന്നത്? KP കേശവൻ മേനോൻ്റെ നേതൃത്വത്തിലാണ് മാതൃഭൂമി തുടങ്ങുന്നത്. 28ാമത്തെ ചോദ്യമാണ്, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. PSC കേട്ടിട്ടുള്ളതാണ്. ഒരു സമയത്ത് നല്ല റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നതാണിത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ്. 29 നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന ഏതു സമരത്തെ ആസ്പദമാക്കിയുള്ള നോവലാണ്? ചിരസ്മരണ ഏതാണ്? ചിരസ്മരണ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കയ്യൂർ സമരവുമായി നടന്നതാണ്. കയ്യൂർ സമരമാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ. ഓക്കെ, മീനമാസത്തിലെ സൂര്യൻ. ആരാണ് ഡയറക്ടർ? കേട്ടിട്ടുള്ളതാണ്. ലെനിൻ രാജേന്ദ്രനാണ്. ഓക്കെ, ലെനിൻ രാജേന്ദ്രനാണ്. മീനമാസത്തിലെ സൂര്യൻ ലെനിൻ രാജേന്ദ്രനാണ്. ഓക്കെ, ലെനിൻ രാജേന്ദ്രനാണ്.
30ാമത്തെ ചോദ്യമാണ് 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ് 1114 കഥ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അക്കാമ ചെറിയാൻ തന്നെയാണ്. അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്തൊന്നാണ്? ആത്മകഥയുടെ ജീവിതം ഒരു സമരം. ഓക്കെ, ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ്. 31ാമത്തെ ചോദ്യം, വൃക്കയിലെ കല്ല് രാസപരമായി ഡാഷ് ആണ്. ഏതാണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഈ ചേനയുടെ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു ഏതെന്നറിയാമോ? ചേനയുടെ ചൊറിച്ചിലിന് കാരണമാകുന്നതും അതും കാൽസ്യം ഓക്സലേറ്റ് തന്നെയാണ്. ഓക്കെ, നോക്കി വെച്ചോ. ചേനയുടെ ചൊറിച്ചിലിന് കാരണമാകുന്നതും കാൽസ്യം ഓക്സലേറ്റ് ആണ്. 32ാമത്തെ ചോദ്യം, ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഹൃദയമിടിപ്പ് കുറഞ്ഞു പോകുന്ന അവസ്ഥ 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. എന്താണ്? ബ്രാൻഡി അടിച്ചുകൊണ്ടിരിക്കണമെന്ന് ഓർത്താൽ മതി, വെള്ളം അടിച്ചുകൊണ്ടിരുന്നാൽ മതി. ബ്രാഡി കാർഡി. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 33ാമത്തെ ചോദ്യമാണ്, ചേരുംപടി ചേർക്കുക എന്നാണ്. വൈറ്റമിൻ B1, B2, B3. വൈറ്റമിൻ B1, B3, B6, B5. ഓക്കെ, ചേരുംപടി ചേർക്കാനാണ്. അതിൻ്റെ രോഗങ്ങളാണ്. ഓക്കെ, ഡെഫിഷ്യൻസി ഡിസീസുമാണ്. ഏതാണ്? വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? B1 ബെറിബറിയാണ്. ഓക്കെ, B1 ബെറിബറിയാണ്. ഓപ്ഷൻ 1 സി ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസിയാണ്. ഏതാണ്? പെല്ലഗ്ര. ഓക്കെ, കുറേ തവണ ബി സി ആയിട്ടുള്ളതാണ് പെല്ലഗ്ര. വൈറ്റമിൻ B3യുടേത് പെല്ലഗ്ര. വൈറ്റമിൻ B6ൻ്റെത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അനീമിയ. അപ്പം വൈറ്റമിൻ B5യുടെ ഡെഫിഷ്യൻസിയാണ് പരസ്തേഷ്യ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് പരസ്തേഷ്യ. നോക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 34ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ എന്തിൻ്റെ എല്ലാം അളവുള്ള വർധനയാണ് ആഗോള താപനത്തിന് കാരണം? മീഥേൻ, CFC, നൈട്രജൻ, നീരാവി, കാർബൺ ഡയോക്സൈഡ്. എന്തിൻ്റെയൊക്കെ ഡോസേജ് കൂടുമ്പോഴാണ് ആഗോള താപനം ഉണ്ടാകുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 5. മീഥേന്, CFC, അതുപോലെ തന്നെ നീരാവി, കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, നീരാവിയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ നോക്കി വയ്ക്കണം കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കിലേക്കുള്ളതാണ്. നീരാവിയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 35ാമത്തെ ചോദ്യമാണ്, ഗ്രൈൻഡേഴ്സ് ആസ്മ എന്നറിയപ്പെടുന്ന രോഗം. ഗ്രൈൻഡേഴ്സ് ആസ്മ ഏതാണ്? ഗ്രൈൻഡേഴ്സ് ആസ്മ എന്ന് പറയുന്നത് സിലിക്കോസിസ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, 35 ഓപ്ഷൻ സി ആണ്. ഗ്രൈൻഡേഴ്സ് ആസ്മ സിലിക്കോസിസ് ആണ്. 36 സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുക ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, കൈത്താങ്ങാണ്. പ്രത്യേക പദ്ധതി എന്തൊന്നാണ്? സാമ്പത്തികമായി ദാരിദ്ര്യമുള്ള മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായ പദ്ധതിയാണ് പ്രത്യാശ. ഓക്കെ, വിവാഹ സഹായ പദ്ധതിയാണ് പ്രത്യാശ. അതിൻ്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ 22 വയസ്സിൽ കൂടുതലാകണം എന്നൊരു മാനദണ്ഡം കൂടിയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സ്നേഹസ്പർശം ആർക്ക് വേണ്ടിയാണ്? അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. ഓക്കെ, കല്യാണം കഴിക്കാത്ത അമ്മമാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. 37ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ്? ലോക ഹീമോഫീലിയ ദിനം, ലോക പോളിയോ ദിനം, ലോക കുഷ്ഠരോഗ നിവാരണ ദിനം, ലോക അൽഷിമേഴ്സ് ദിനം. ഇതാണ് തെറ്റായ ജോഡി. ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17 ഓക്കെ, ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ലോക പോളിയോ ദിനം എന്നാണ് ഒക്ടോബർ 24 അതുപോലെ തന്നെ ലോക അൽഷിമേഴ്സ് ദിനവും സെപ്റ്റംബർ 21 ലോക കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ്? ജനുവരി 30 ഓക്കെ, ജനുവരി 30 ലോക കുഷ്ഠരോഗ നിവാരണ ദിനം. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാന ദിനം എന്നാണ്? അന്താരാഷ്ട്ര സമാധാന ദിനം അതും സെപ്റ്റംബർ 21 ഓക്കെ. ലോക അൽഷിമേഴ്സ് ദിനവും ലോക സമാധാന ദിനവും സെപ്റ്റംബർ 21 ലോക ആരോഗ്യ ദിനം എന്നാണ്? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ഓക്കെ, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. 38ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കുക. ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഹൃദയങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഏത്?
ഏതാണ്? ഹൃദയാഘാതം. ഓക്കെ, പക്ഷാഘാതം അല്ല. പക്ഷാഘാതം എവിടെയാണ്? നമ്മുടെ തലച്ചോറിലാണ്. ഓക്കെ, അതായത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും അതേപോലെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് പക്ഷാഘാതം. ഓക്കെ, നമ്മുടെ ബ്രെയിനിലുള്ള രക്തക്കുഴലാണെങ്കിൽ പക്ഷാഘാതം, ഹൃദയത്തിലാണെങ്കിൽ എന്താണ്? ഹൃദയാഘാതം. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 39ാമത്തെ ചോദ്യം, താഴെ കൊടുത്തുള്ളതിൽ വൈറസ് രോഗമല്ലാത്തത് ഏതെന്നാണ്? ഏതാണ് വൈറസ് രോഗമല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മെനിഞ്ചൈറ്റീസ് ആണ്. 40ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. വൾക്കനൈസേഷൻ പ്രക്രിയയിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം പ്രീവിയസ് ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സൾഫറാണ്. ഓപ്ഷൻ ബി സൾഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.